ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ മുഹമ്മദ്, ഈ കടുത്ത തർക്കങ്ങളും വലിയ ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് ഒരു പുതുമയുള്ള കാര്യമല്ല. എപ്പോഴും ഇങ്ങനെയാണ് യു ഡി എഫിലും കോൺഗ്രസിലും ഒക്കെ തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെ നിരന്തര ചർച്ചയോട് ചർച്ചയൊക്കെ അർദ്ധരാത്രി വരെ നീളുന്ന ആഴ്ചകളോളം നീണ്ട ചർച്ചകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അത്രയും എന്തായാലും നീളുന്നില്ല എന്ന് പ്രതീക്ഷിക്കാം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തർക്കത്തിനൊടുവിൽ ഒരു നല്ല മന്ത്രി പട്ടിക പുറത്തു വരുമോ? നമസ്കാരമുണ്ട്. നല്ല പട്ടിക പുറത്തു വരുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹങ്ങൾക്ക് ഇതുവരെ അതിന് ആളെ തീരുമാനമായിട്ടില്ല. ഒന്ന് ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഒരാളുണ്ട് എന്ന് എഴുതി കാട്ടും, ഒരാളില്ല എന്നുള്ള എഴുതി കാട്ടും, ഒരാൾക്ക് മങ്ങലേറ്റു എന്ന് എഴുതി കാട്ടും. അങ്ങനെ ഞങ്ങളത് വായിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ടിവിയില്. അപ്പോ അവര് നേരെ ചൊക്കെ ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഒരു നല്ലൊരു ഭരണം, കുറെ സീറ്റും കിട്ടിയ അവർക്ക് ഒരു ഭരണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നല്ലതുപോലെ എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, കേരളത്തിൽ ഒരു അത്യുജ്വല വിജയം നേടിയ ഒരു സർക്കാർ, അവർ മന്ത്രി പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾ ഈ മന്ത്രി പട്ടികയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അതിപ്പോ നാളെ അവര് രാവിലെ 10 മണിക്ക് ചെയ്യും, അത് കുഴപ്പമില്ല. പക്ഷെ ഇവര് 6 മാസം പോകുമ്പോ മൊത്തം കഥയ്ക്ക് തീരും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെന്താണ് ശ്രീ മഹി, 6 മാസം കൊണ്ട് കേരളത്തിലെ ജനങ്ങളൊക്കെ അത്ര മണ്ടന്മാരാണോ? 6 മാസം കൊണ്ട് കറങ്ങി തീരാ? എത്രയോ വർഷം, 5 വർഷം തികച്ചു ഭരിച്ചു. 72 സീറ്റുണ്ടായ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷവും തികച്ചു ഭരിച്ചതല്ലേ? അല്ല, ഉമ്മൻചാണ്ടി എല്ലാവരും മറ്റേ PC ജോസ് മറ്റേ സോപ്പിട്ട് അത് അന്ന് നിലനിർത്തി. ഇപ്പൊ നമുക്ക് അങ്ങനെ അധികാരം കട്ട് ചെയ്ത് അങ്ങനെ അധികാരം പിടിക്കേണ്ട ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ അധികാരം പിടിക്കാനാ? 8 നില പൊട്ടി നിൽക്കുമ്പോൾ ഇനി അധികാരം പിടിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഈ കേരളത്തില് 57 ലോകത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് 57. അതുകൊണ്ട് ഇവിടെ ഈ ചുവന്ന കേരളം അങ്ങനെയൊന്നും മാറില്ല. അതല്ല കോൺഗ്രസ് ഇപ്പൊ കുറച്ച് ഇപ്പോ തൽക്കാലം അവർ 5 കൊല്ലത്തേക്ക് തീരുമാനിച്ചത് UDF-നാണ് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചത്. അവർ 5 കൊല്ലം ഭരിക്കട്ടെ. അതിന് മുമ്പ് തന്നെ അവർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ 6 മാസം കലങ്ങി തീരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കുന്നവർ ചിരിക്കില്ലേ? അല്ല സാർ, ഞാൻ ഒരു കാര്യം പറയാം. അച്യുതനെ 115 സീറ്റിൽ വന്ന് അവസാനം എവിടെ പോയി? രാജിവെച്ചത് പോയില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോ കാലത്തും അങ്ങനെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. KM മാണിക്കെതിരെ എന്തെല്ലാം വലിയ സമരം നടത്തിയതാണ്. R ബാലകൃഷ്ണപിള്ളയെ ജയിലിൽ അടച്ചതാണ് VS അച്യുതാനന്ദൻ. KM മാണിക്കെതിരെ ഈ പറയുന്ന MLA മാർ വലിയ സമരം നടത്തിയതിന് അവസാനം KM മാണിയുടെ പാർട്ടിയെ സ്വന്തം മുന്നണിയിൽ എടുക്കുകയും KM മാണിക്ക് സ്മാരകം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തില്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു കൂട്ടർ മാത്രം ചെയ്യുന്ന കാര്യമൊന്നും അല്ല ഇത്. അപ്പൊ അതൊക്കെയുള്ള പിന്നെ അതിനകത്ത് വലിയ ന്യായമൊന്നും പറയരുത്. എതിരാളികൾ മാത്രമാണ് ചെയ്യുന്നതെന്ന് പറയരുത്. അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. ശ്രീ, ഇപ്പോഴും എനിക്ക് തോന്നുന്നു മഹിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ജനവിധി ജനങ്ങൾ എപ്പോഴും ഒരുത്തരത്തിനെ തിരഞ്ഞെടുക്കണമെന്നില്ല. അവർ മാറി മാറി തീരുമാനിക്കും. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആത്യന്തികമായി ആര് ഭരണത്തിൽ വരണമെന്നുള്ളത്. കൊള്ളാമെങ്കിൽ അവരെ വീണ്ടും അവസരം കൊടുക്കും. ഇനി കൊള്ളില്ലെങ്കിൽ അവരെ മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവരും. അതെപ്പോഴും ജനങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ്. പട്ടികയിൽ ഏറ്റവും അവസാനം ഇപ്പോൾ തിരുവഞ്ചൂർ വേണോ VT ബൽറാം വേണോ എന്നുള്ള തർക്കത്തിലേക്ക് കൂടി എത്തിയെന്ന് തോന്നുന്നു. തിരുവഞ്ചൂർ ഇന്നലെ സ്പീക്കർ സ്ഥാനം ഉറപ്പിച്ചതായിരുന്നു. അവസാനം അത് അവിടെ നിന്ന് വെട്ടിപ്പോയി എന്ന് പറയുന്നു. N ശക്തനെ സ്പീക്കറാക്കണമെന്ന് പറയുന്നു. അപ്പോൾ തിരുവഞ്ചൂരിനെ മാറ്റുന്നു. അപ്പോൾ വീണ്ടും VD സതീശൻ ബൽറാമിൻ്റെ പേര് വെക്കുന്നു. അങ്ങനെയൊക്കെ തർക്കങ്ങൾ ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു നല്ല പട്ടികയായിരിക്കുമോ പുറത്തു വരിക? എനിക്ക് പറയാനുള്ളത്, ഈ തുടക്കത്തിലെ തന്നെ ഒരു കല്ലുകടി വന്ന വലിയ പ്രശ്നമാണ്. കാരണം ഈ 10 വർഷം കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ നടത്തിയപ്പോൾ ആ ഭരണത്തില് ജനങ്ങൾ പൊറുതിമുട്ടിച്ചാണ് മറ്റൊരു പാർട്ടി അവർ തിരഞ്ഞെടുത്തത്. ഇത് പിന്നെ ഇവിടെ ഇപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞ് പിന്നെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള തീരുമാനത്തിൽ അതൊരു സംശയം അല്ലെങ്കിൽ ഒരു ടെൻഷനാണ്. ആരായിരിക്കും വരുന്നത്? അപ്പോ വേണുഗോപാലാവും, അത് ഇനിയിപ്പോ നമ്മള് രമേശ് ചെന്നിത്തല ആയിരിക്കും എന്ന് അവസാനം നമ്മള് പ്രതീക്ഷ VD സതീശൻ തന്നെ അദ്ദേഹം വന്നു. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഒരു തർക്കം ഉണ്ടാവുന്നതിന്റെ ഇടയിൽ കൂടെ ഇതിന്റെ ഇടയിൽ പിന്നെ ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നുള്ള തീരുമാനം ഇവിടെ അവർക്ക് ഒന്നും എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള സാധാരണപ്പെട്ട ആൾക്കാരുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഇവർക്ക് പഠിക്കാൻ പറ്റും? അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനിടയ്ക്ക് ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്. അദ്ദേഹം ആശാ സമരത്തിൽ ശ്രീ VD സതീശൻ പങ്കെടുക്കുകയും ആ ഒരു വിഷയം മനസ്സിനകത്ത് ഓർമ്മയുണ്ട്, ഒരിക്കലും മറന്നിട്ടില്ലെന്ന് ഒരു പത്രവാർത്ത കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു.
അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ കേരളത്തിനകത്തുണ്ട്. ഇവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് തന്നെ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ ആര് കേൾക്കും? അതാണ് ചോദിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാധാരണ ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ വളരെ വളരെ ഉത്തരവാദിത്തത്തോട് കേൾക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളത്തിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് വിളിക്കണമെങ്കിൽ ഞാൻ പല കാര്യങ്ങളും പറയുന്നത്. ഇവിടെ തൊഴിലില്ലായ്മ പ്രശ്നമാണ്. ഇവിടെ പല ആൺകുട്ടികളും പെൺകുട്ടികളും ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടുകയാണ്. പിന്നെ വീട് ഇല്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക, ചികിത്സാ സഹായം കൊടുക്കുക തുടങ്ങി നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ആളില്ല. ഇവർ ഈ അധികാരത്തിന് വേണ്ടി മാത്രം തർക്കം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ 10 വർഷം ഭരിച്ചത് പോരാ, അത് ശരിയല്ലെന്ന് പറഞ്ഞ് പുതിയൊരാളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഇതിനിടയിൽ ചില വാർത്താ അപ്ഡേറ്റുകൾ കൂടി നൽകേണ്ടതുണ്ട്. ഏറ്റവും പുതിയ വാർത്തയുടെ വിവരങ്ങളുമായി, മന്ത്രിസഭാ രൂപീകരണവുമായി, പേരുകൾ സംബന്ധിച്ച വിവരങ്ങളുമായി ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്നും വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എത്ര മണിക്കാണ് ഈ 5 മണിക്ക് പോകുമ്പോൾ ആ പട്ടികയുമായിട്ടായിരിക്കുമോ പോവുക, അതോ തൽക്കാലം പട്ടിക പിന്നീട് നൽകാം, ഗവർണറെ കണ്ട് കാര്യങ്ങളെല്ലാം അറിയിച്ച് മടങ്ങിപ്പോരുകയായിരിക്കും? എന്താണ് അവസാനം ഉണ്ടാവുക? 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഗവർണറെ കാണാനാണ് ഇപ്പോൾ ലോക് ഭവനിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി തേടിയിരിക്കുന്നത്. കൃത്രിമ സമയമല്ല, പക്ഷെ 4നും 5നും ഇടയിൽ ഏത് നിമിഷവും അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെടാം. നിയുക്ത മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുകയാണ്. എപ്പോഴാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യത്തിൽ മാത്രമാണ്. നേരത്തെ അദ്ദേഹം 3:30 തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഇവിടെ ഘടകകക്ഷി നേതാക്കൾ വന്നിട്ടുണ്ട്. അനൂപ് ജേക്കബ് ആദ്യം നിയുക്ത മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. അതിനുശേഷം മാണി സി കാപ്പൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് മാണി സി കാപ്പനും അനൂപ് ജേക്കബുമായി 5 വർഷം എന്ന ടേമിൽ 2.5 വർഷം വീതം പങ്കിടും എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള ധാരണ. അതുകൊണ്ട് തന്നെ 2.5 വർഷം വീതം പങ്കിടും. ഒരുപക്ഷെ അതിന്റെ ചർച്ചകളാകാം. അനൂപ് ജേക്കബിന് മുഴുവൻ ഫുൾ ടൈം ലഭിക്കുമെന്ന സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. മാണി സി കാപ്പനെ ഡെപ്യൂട്ടി സ്പീക്കറാകാം കടുത്ത അതൃപ്തിയിലാണ്. 2.5 വർഷം എന്ന ടേം നിബന്ധന അംഗീകരിക്കാനാകില്ല എന്ന കടുത്ത നിലപാട് നേരത്തെ മാണി സി കാപ്പൻ പരസ്യമായി തന്നെ എടുത്തിരുന്നു. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ മറ്റൊരു ഫോർമുല UDF നേതൃത്വം മുന്നോട്ട് വച്ചത്. അത് 2.5 വർഷത്തിന് പകരം മാണി സി കാപ്പനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കുക, അതുപോലെ തന്നെ അനൂപ് ജേക്കബിന് 5 വർഷം എന്ന ഫുൾ ടൈം നൽകുക, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ തന്നെ ഇവിടെ വന്നൊരു ആൾക്കൂട്ടവും ഒക്കെ ആയിക്കഴിഞ്ഞു. ഇന്നലെ മുതൽ വലിയ തിരക്കാണ് ഇവിടെ. ചർച്ചയിൽ ഭാഗമായ പല ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരുടെ ആവേശത്തോടെ. അരുൺ, ഒരു സംശയം, ഈ ചർച്ചയിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്? നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാത്രമാണ്. അദ്ദേഹം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹം മാത്രമാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹവുമായാണ് ഇപ്പോൾ ഈ 2 മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച 2 നേതാക്കളും, ഘടകകക്ഷി 2 പ്രധാനപ്പെട്ട നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. ആദ്യം അനൂപ് ജേക്കബാണ് ഇവിടെ ചർച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ വസതിക്കുള്ളിലേക്ക് പോയത്. അതിനുശേഷം മാണി സി കാപ്പനും ഇവിടെ എത്തിച്ചേർന്നു. രണ്ടുപേരും സംസാരിക്കുകയാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ ഒത്തുതീർപ്പ് ഫോർമുല എന്തെങ്കിലും ഉരുത്തിരിഞ്ഞിട്ടുണ്ടാകണം. അതാകാം ഈ ചർച്ച. ഒരു വകുപ്പുകളുടെ കാര്യമാകാം ഒരു തർക്കം ബാക്കി നിൽക്കുന്നു. വകുപ്പ് നൽകുന്ന കാര്യത്തിൽ ഒരുപക്ഷെ തർക്കം ബാക്കി നിൽക്കുന്നതാകാം. അതുകൊണ്ടാകാം ഇത്തരമൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറാക്കാൻ നേരത്തെ ധാരണയായിരുന്നു. അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തിന് അദ്ദേഹം ആവശ്യപ്പെട്ടുവെങ്കിലും അത് നൽകാൻ കഴിയുന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം നേരത്തെ അദ്ദേഹത്തെ അറിയിച്ചു. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം അതിനുശേഷമാണ് പ്രതികരണം നടത്തിയത്. സ്പീക്കർ സ്ഥാനവും ചെറിയ പദവിയല്ല എന്നൊരു പ്രതികരണം നേരത്തെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. ആ സാഹചര്യത്തിലാണ് ഏതായാലും അധികം വൈകാതെ നിയുക്ത മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് KPCCയിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി മറ്റു തീരുമാനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ACCയുമായിട്ടുള്ള അവരുമായിട്ടുള്ള ഈ ചർച്ചയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ നിന്ന് അദ്ദേഹം ലോക് ഭവനിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ നേരത്തെ തീരുമാനിച്ചിരുന്ന പ്ലാൻ നിയുക്ത മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം KPCCയിലേക്ക്, അവിടെ നിന്ന് ലോക് ഭവനിലേക്ക് എന്നുള്ളതാണ്. 4നും 5നും ഇടയിൽ അവിടേക്ക് എത്തുമെന്നാണ് ലോക് ഭവൻ അറിയിച്ചിട്ടുള്ളത്. സമ്പൂർണ്ണ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് VD സതീശൻ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരുടെ പട്ടികയുമായി തന്നെയാകും അദ്ദേഹം ലോക് ഭവനിലേക്ക് പോകുന്നത്. പക്ഷേ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടുണ്ടോ? വകുപ്പുകളുടെ തർക്കം മന്ത്രിമാരുടെ എണ്ണത്തിൽ ഇനി ഹൈക്കമാൻഡിന്റെ ഒരു അംഗീകാരമുള്ളൊരു പട്ടിക ഇവരുടെ കയ്യിൽ ഇപ്പോഴും ലഭ്യമായിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇനിയും അന്തിമമാക്കാൻ കഴിയും. അപ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ
അങ്ങനെ ഒരു പട്ടിക കിട്ടിയ ആ പട്ടികയുമായി ലോക്ഭവനിലെത്തി ഗവർണറെ കാണുക, അത് എത്രത്തോളം സാധ്യമാവാൻ സാധ്യതയുണ്ട്? അതുതന്നെയാണ് വകുപ്പുകളുടെ കാര്യത്തിൽ ഇനി തർക്കം ബാക്കിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ഒക്കെ വലിയ എതിർപ്പായത് 2 മന്ത്രിസ്ഥാനം തന്നെ ആവശ്യപ്പെട്ട അവസാനം വരെയും വലിയ സമ്മർദ്ദ നീക്കം ജോസഫ് വിഭാഗം നടത്തിയിരുന്നു. അവർക്കിടയിൽ ഒരു ധാരണയുണ്ടായത് ഇത്ര വലിയ വിജയമുണ്ടായി, അതിൽ 8-7 സീറ്റ് ജയിച്ച കേരള കോൺഗ്രസിന്റെ നിലപാട് വളരെ നിർണായകമായിരുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനും വലിയ പിന്തുണയാണ് കേരള കോൺഗ്രസ് നൽകിയത്. എന്നിട്ടും തങ്ങൾക്ക് 2 ക്യാബിനറ്റ് മന്ത്രിമാരെ നൽകാത്തതിൽ വലിയ അതൃപ്തി കേരള കോൺഗ്രസിന് ഉണ്ട്. അതുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിന്നാലോ എന്നൊരു ചർച്ച പോലും ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ ഒടുവിൽ ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുല, ഒരു മന്ത്രിസ്ഥാനവും അതിനൊപ്പം തന്നെ ഒരു ക്യാബിനറ്റ് റാങ്കും ചീഫ് വിപ്പ് പദവിയും, ആ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് വഴങ്ങുകയായിരുന്നു കേരള കോൺഗ്രസ് എടുത്ത നിലപാട്. ഏതായാലും അല്പസമയം അവിടെയും ഇപ്പോൾ യോഗം ചേരുകയാണ്. മോൻസിന്റെ MLA ഹോസ്റ്റലിലെ ഫ്ളാറ്റിൽ യോഗം ചേരുകയാണ്. ആ യോഗത്തിന് ശേഷം അവർ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും. പരസ്യമായി എതിർപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ മന്ത്രിസഭയുടെ ഭാഗമാകാൻ തയ്യാറായി എന്ന് പറയുകയാണോ, അല്ലെങ്കിൽ ഒരു എതിർപ്പെല്ലാം ഉൾപാർട്ടി അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ പറഞ്ഞ് പുറത്ത് വളരെ സംയമനത്തോടെ പോകും, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി പോകുമെന്ന സന്ദേശം നൽകാനാകുമോ ശ്രമിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇവിടെ ചർച്ച ഇപ്പോഴും നീണ്ടുപോവുകയാണ്. KPCCയിലേക്ക് അദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോഴാണ് അനൂപ് ജേക്കബ് ഇവിടേക്ക് വന്നത്. അതിനുശേഷം ആ ചർച്ച ഇപ്പോൾ ഇവിടെ തുടരുന്നു. മാണി സി കാപ്പനും കൂടി എത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടുപേരും 5 വർഷം എന്ന ടേം പകുതി വീതം നൽകാനാണ് ആദ്യം ആലോചന വന്നത്. പക്ഷേ അതിനുശേഷം അത് മാണി സി കാപ്പന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും അനൂപ് ജേക്കബിന് ഫുൾ ടൈം മന്ത്രിസ്ഥാനവും എന്നൊരു ഓഫറിലേക്ക് കോൺഗ്രസ് പോയിരുന്നു. അതിനുശേഷവും ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത് പക്ഷേ അനൂപ് ജേക്കബിന്റെ വകുപ്പിനെ ചൊല്ലിയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തർക്കം വീണ്ടും ഉണ്ടായി കാണണം. ടേം വ്യവസ്ഥയിൽ മുന്നോട്ട് പോകും എന്ന ഒരു സൂചനകൾ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് ഈ ഒരു തർക്കത്തിന്റെ കാരണം? അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനെ തന്നെ വീണ്ടും ഡെപ്യൂട്ടി സ്പീക്കർ ആക്കിക്കൊണ്ട് വി ഡി സതീശൻ ഏത് വിധേനയും അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാടുകാരനാണ്. വളരെ കൃത്യമായി അദ്ദേഹത്തിനൊപ്പം നിലപാടെടുത്തു നിന്ന നേതാവ് കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. അതുകൊണ്ട് അവരെ മന്ത്രിസഭയിൽ കൊണ്ടുവരണമെന്ന വലിയ താല്പര്യം വി ഡി സതീശന് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് എങ്ങനെ അവരെ ഈ ഇതിൽ ഉൾക്കൊള്ളിക്കും, അതിനുവേണ്ടി എന്തെങ്കിലും മാറ്റം അവസാന നിമിഷവും ഉണ്ടാകുമോ, അതിനുവേണ്ടിയാണോ മാണി സി കാപ്പനെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ അനൂപ് ജേക്കബുമായി ഇപ്പോഴും ചർച്ച നടത്തുന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ശരി, എന്തായാലും അരുൺ, അവിടെ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് വീണ്ടും അരുണിലേക്ക് തന്നെ മടങ്ങി വരാം. അതിനുള്ളിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഈ കയറിപ്പോയവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നെങ്കിലൊക്കെ നമുക്ക് മടങ്ങി വരാം. നമുക്ക് പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ കേരളത്തിൽ ഒരു നല്ല മന്ത്രി പട്ടിക തന്നെ വരും എന്നുള്ള പ്രതീക്ഷയാണോ താങ്കളുടെ? സാധ്യതയില്ല. കാരണം KK രമനെ പോലെയുള്ള വനിതാ മെമ്പറെ പോലും മാറ്റി നിർത്തിക്കുക. ശ്രീ സൂപ്പി, KK രമയുടെ പാർട്ടി മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. അവര് അസോസിയേറ്റ് മെമ്പറാണ്. അവര് UDFന്റെ ഭാഗമായി നിൽക്കുമ്പോഴും അസോസിയേറ്റ് മെമ്പർഷിപ്പ് മാത്രമാണ് അവർക്ക് മതി എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു മന്ത്രിസഭ അവരെയും കൂടി ഉൾപ്പെടുത്തണ്ടേ? എത്ര 2 പ്രാവശ്യമായില്ലേ അവർ മത്സരിച്ച്? അത് അവരുടെ പാർട്ടിയുടെ തീരുമാനമല്ലേ. KK രമയുടെ പാർട്ടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഇതൊക്കെ ഇന്ന് കണ്ടുകൊണ്ടാണ് അവരൊക്കെ മാറിയിരുന്നത്. പിന്നെ ലീഗിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച് പറയുന്നത് PM മെഹ്സല കടുംപിടുത്തം പിടിച്ചിട്ടാണ് ബഷീറിനെ, DK ബഷീർ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. പിന്നെ മറ്റേ ഇവിടെ പാലക്കാട് എന്ന് ചോദിച്ച MLA ഉണ്ടല്ലോ ലീഗിന്റെ, അദ്ദേഹത്തിനും അത് ഇതൊക്കെ സംബന്ധിച്ച് ഇവരാണ് പിടിവാശി കൂടി. കാരണം ജമാഅത്ത് ഇസ്ലാമി മുജാഹിദാണ് ഇതിന്റെ പിന്നിലുള്ള. ചുമ്മാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതൊക്കെ ആ ലീഗിനൊക്കെ എത്രയോ കാലമായി മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള. പാണക്കാട് തങ്ങളൊന്നും വിലയില്ല ഇപ്പൊ അവർക്ക്. പാണക്കാട് തങ്ങൾക്ക് വിലയുണ്ടെന്ന് ലീഗുകാർ കാണിച്ചു തന്നില്ലേ കേരളത്തിൽ? പിന്നെ എങ്ങനെയാണ് പാണക്കാട് തങ്ങൾക്ക് വിലയില്ലെന്ന് സൂപ്പി പറയുന്നത്? മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയ PM മെഹ്സലമാണ് കടുംപിടുത്തത്. എനിക്കറിയാം, ഇത് എനിക്കറിയാം. പിന്നെ ഞാൻ അന്വേഷിച്ചു. താങ്കൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതൊക്കെയും പാളിപ്പോയില്ലേ? എന്നിട്ട് ഇപ്പോഴും ലീഗ് കേരളത്തിൽ വമ്പറ്റ വിജയം നേടിയ ലീഗ്, അവർ ഐക്യത്തോടു കൂടി ഇന്ന് വലിയ വിജയം നേടിയ ലീഗിനെ, കേരളം അംഗീകരിച്ച ലീഗിനെ താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഇനി തങ്ങൾക്ക് വിലയില്ല എന്നൊക്കെ ഏത് അർത്ഥത്തിലാണ് ഈ പറയുന്നത്? കുറ്റ്യാടിയിൽ അദ്ദേഹത്തെ പാലക്കാട് അബ്ദുള്ള നിർത്തുന്നില്ലല്ലോ. അപ്പൊ അതെന്താ
അതൊക്കെ പിടിവാശി കൊണ്ടാണ് മറ്റേ സലാം കോഴിക്കോട് അവരുടെ ഒരു തീരുമാനം, ആ പാർട്ടിക്ക് ഓരോ തീരുമാനമില്ലേ? കോൺഗ്രസിനും ഇല്ലില്ല, CPM-നും ഒക്കെ അത് പോലെ അവിടെ ലീഗിനും യൂത്ത് ചില ലീഗിന്റെ തീരുമാനമില്ല. അതെല്ലാം തങ്ങൾക്ക് വിലയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവും. യൂത്ത് ലീഗിന്റെ പ്രകടനം നടത്താൻ പോവാ കോഴിക്കോട്. നിങ്ങൾ തന്നെ അറിയാൻ കണ്ടിട്ടുണ്ടാവും. അത് പ്രകടനം നടത്താൻ ആസൂത്രണം ചെയ്തു വരുന്നിരിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഇത് മുന്നോട്ട് പോയി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കണ്ടറിയേണ്ടതുണ്ട്. ശരി, എന്തായാലും സൂപ്പി, കേരളം തിരഞ്ഞെടുത്തത് അവരെയാണ്. അതിൽ തിരഞ്ഞെടുത്ത പാർട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികൾ രണ്ടാമത്തെ പാർട്ടി മുസ്ലിം ലീഗാണ്. അപ്പോൾ അവർക്ക് വിലയില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ മാറി വെക്കണം. കാരണം ഈ തിരുവഞ്ചൂരൊക്കെ എത്ര കാലമായി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ മാറി അവസരം കൊടുക്കണം പുതിയ ആൾക്കാർക്ക്. വയനാട് സംബന്ധിച്ച് പിന്നെ ഈ IC ബാലകൃഷ്ണൻ അയാള് എത്ര കാലം ഇടിയൊക്കെ കൊണ്ട മനുഷ്യനാണോ? അതൊക്കെ അയാൾക്കൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. മന്ത്രിക്ക് ഇദ്ദേഹത്തിനല്ലേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കൽപ്പറ്റ MLA സിദ്ദീഖിന്. നമുക്കറിയില്ല, IC ബാലകൃഷ്ണന്റെ പേര് സജീവമായിട്ടുണ്ട്. അത് ഇദ്ദേഹം രമേശ് ചെന്നിത്തല ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടാണ്, ആക്റ്റീവായിട്ട് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അത് ഏറെ എത്തും എന്നുള്ളത് അറിയണ്ട. ശരി, ശ്രീ സൂപ്പി. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ ഈ രാഷ്ട്രീയത്തെ ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, നമ്മള് വിചാരിച്ച പോലത്തെ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആവും. പിന്നെ 5 മന്ത്രിമാരെ ലീഗിന് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, 4 കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ മാണി സി കാപ്പനും അനൂപ് ജേക്കബൊക്കെ എന്ന് വെച്ചാല് അവർക്ക് പരമാവധി 2.5 കൊല്ലം കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പാട് മൊത്തം 1300 ആളുണ്ട് പർവ്വത്തൊക്കെ. അപ്പൊ അത് അവരൊന്നും പറയാനില്ല. പിന്നെ നല്ലൊരു തീരുമാനമാണ് നമ്മുടെ CP ജോണിന്. ഞാൻ ഈ 150 MLA-മാരെ സ്ഥാനാർത്ഥികളെ കൂടുതൽ ഞാൻ ഏറ്റവും ജയിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് CP ജോൺ. വേറെ ആരോടും താല്പര്യമില്ലായിരുന്നു. അയാൾക്ക് ഒരു ഫുൾ ടൈം മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ആദ്യമായിട്ട് ഈ അഴിമതി വിരുദ്ധത ഉള്ള നേതാവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ചുരുങ്ങുന്നത് ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം 10 കുറക്കണം. 10 കുറക്കണം. ഇപ്പൊ 20, 25 ഉണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ ആർക്കറിയുന്ന ബിജു കണ്ടക്കൈ എന്ന് പറഞ്ഞ AKG സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറിക്ക് അയാളുടെ ഭാര്യ നമ്മളെ വാസവന്റെ സ്റ്റാഫാ, അയാളുടെ ഈ മുഹമ്മദ് സ്റ്റാഫാ. ഇതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ പേഴ്സണൽ സ്റ്റാഫ്. അത് ശരിക്കും ഒഴിവാക്കേണ്ട കാര്യം. അത് ഏറ്റവും കൂടുതൽ നമ്മളെ പൊതുപ്പണം ദൂർത്തടിക്കുന്ന ഒരു വിഭാഗമാണ്. കൊല്ലത്തിൽ 5 കൊല്ലം കൂടുമ്പോൾ 2 ആളാണ് വരുന്നത്. അപ്പൊ ഓരോ മന്ത്രിയുടെ കെയർ ഓഫിൽ 50 ആൾക്കാർ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെയൊന്നുമില്ല ശ്രീദാസൻ, അങ്ങനെ വളരെ കുറച്ച് പേരെ അങ്ങനെ മാറിയിട്ടുള്ളൂ. അല്ലാതെ ഓരോ മന്ത്രിയുടെ കീഴിലും 50 പേർ, അതൊക്കെ ഒരു എക്സാജറേറ്റഡ് കണക്കാണ്. ആ കണക്ക് ശരിയല്ല എന്ന് വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിലൊക്കെ അതിന്റെ കണക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കുറയ്ക്കണം എന്നുള്ള താങ്കളുടെ അഭിപ്രായം ശരി, അത് വേറെ കാര്യത്തിൽ പറയാം. പക്ഷേ ഇങ്ങനെ ഓരോരുത്തരുടെ കീഴിലും 5 വർഷം കൊണ്ട് 50 പേർ വന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അല്ല, 50 പേർക്ക് വേണ്ടി 25 മാറ്റിയിട്ട് ഇപ്പൊ 25 ആള് വരില്ല. 25 കൂടുതൽ ആൾക്കാർ മുഖ്യമന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫ് 25 കൂടുതലുണ്ടായിരുന്നു. ശരി, ഓക്കെ. എന്നാൽ താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾ ഈ പാലക്കാട് നിന്നൊക്കെ ആരെങ്കിലും മന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കിരൺ ഭായി, നമസ്കാരം. നമസ്കാരം. ഈ നമ്മുടെ രാജ്യത്ത് ഒരു 28 സംസ്ഥാനങ്ങളിൽ 21 ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, അല്ല BJP ആണ്. കേട്ടില്ല. നമ്മുടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിലെ 21 ഭരിക്കുന്നത് BJP ആണ്. ഈ ദേശീയ പാർട്ടി എന്ന് പറയുന്ന ഈ കോൺഗ്രസ് വേണമെങ്കിൽ ഒരു ദക്ഷിണേന്ത്യൻ പാർട്ടി എന്ന രൂപത്തിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ഈ കേരളത്തിലെങ്കിൽ ഇവർക്ക് അടിക്കാതിരുന്നാൽ അവർക്ക് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസിൽ മുന്നേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കരുണാകരന്റെ കാലത്ത് A ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, I ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, 3ാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വീഴ്ചലക്കൾ ഇവര് ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞാലും ഈ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് പിന്നെ ശരിക്കും ഒരു ഭീഷണിപ്പെടുത്തിയിട്ട് എന്നൊക്കെ പറഞ്ഞ മാതിരി സീറ്റ് ഉറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബുദ്ധിമുട്ടുന്ന ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 വർഷം 10 വർഷം കൂടണ്ട, ഒരു 5 വർഷത്തെ നമുക്ക് മറ്റു ഒരു പ്രധാനപ്പെട്ട വാർത്തയിൽ കൂടി കയറേണ്ടതുണ്ട്. സുപ്രധാനമായ ഒരു വാർത്തയാണ്. ശ്രീ M ലിജുവിന് എക്സൈസ് സഹകരണ വകുപ്പുകളാണ് ലഭ്യമാകുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു.
മന്ത്രിസഭയിലേക്ക് എത്തുന്ന പുതുമുഖം കൂടിയാണ് എം ലിജു. കായംകുളത്തു നിന്നുള്ള MLA എം ലിജുവിന് എക്സൈസ് വകുപ്പും സഹകരണ വകുപ്പുമാണ് ലഭിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ എം ലിജുവിന് ലഭിക്കുന്നു. കെ മുരളീധരന് ദേവസ്വം മന്ത്രിയാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മറ്റ് പല വകുപ്പുകളുമൊക്കെ ആരോഗ്യ വകുപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ നേരത്തെ നിർദ്ദേശിക്കുകയും അദ്ദേഹം അതിന് താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ദേവസ്വം മന്ത്രിയാകും എന്നാണ് വിവരം വരുന്നത്. അനൂപ് ജേക്കബിന് ഫുൾ ടൈം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാണി സി കാപ്പന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുകയാണെങ്കിൽ അനൂപ് ജേക്കബിന് ഫുൾ ടൈം നൽകാനാവും. അങ്ങനെ ഒരു നീക്കവും അങ്ങനെ ഒരു ചർച്ചകളുമൊക്കെ നടന്നു വരികയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി VR കാർത്തിക്കാണ് ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും. കാർത്തിക്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നമുക്ക് ഈ വകുപ്പുകളിൽ നിന്നും തുടങ്ങാം. ലിജുവിൻ്റെയും കെ മുരളീധരൻ്റെയും വകുപ്പുകൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത ആയിട്ടുണ്ടോ? എം ലിജുവിനെ എക്സൈസിന് പുറമെ സഹകരണ വകുപ്പ് കൂടി ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ എക്സൈസ് വകുപ്പ് നൽകുന്ന കാര്യം ലിജുവിനെ അറിയിച്ചിരുന്നു. എന്നാൽ എക്സൈസ് വകുപ്പിനോട് അത്ര താല്പര്യം ലിജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പക്ഷേ ഇപ്പോഴും എക്സൈസ് വകുപ്പ് ലിജുവിന് തന്നെ നൽകാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തുന്നത്. ഒപ്പം സഹകരണ വകുപ്പ് കൂടി എം ലിജുവിന് നൽകും. അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യഘട്ടം മുതൽ CMP ആവശ്യപ്പെട്ടിരുന്ന വകുപ്പാണ് ഈ സഹകരണ വകുപ്പ്. സഹകരണ വകുപ്പ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. കോൺഗ്രസിന്റെ മന്ത്രിയായിരിക്കും സഹകരണ വകുപ്പിൽ എന്ന് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാം. CMP നേതാവ് CP ജോണുമായി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഗതാഗത വകുപ്പ് എന്നാണ്. ഗതാഗത വകുപ്പ് നൽകി ഒരു പരിഹാരത്തിനാണ് ശ്രമം. അത് CNP ഒരുപക്ഷെ അംഗീകരിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലാണ് ഇപ്പോൾ വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഘടകം ഉള്ളത്. അതായത് RSP നേരത്തെ തന്നെ ജലവിഭവ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ ആവശ്യം തന്നെയാണ് കേരള കോൺഗ്രസും ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജലവിഭവത്തിന് പുറമെ രജിസ്ട്രേഷൻ വകുപ്പ് കൂടി വേണം എന്നൊരാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം വച്ചു. ജോസഫ് പക്ഷം ഈ ഘട്ടത്തിൽ അയയുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഒരു മന്ത്രിസ്ഥാനത്തിനൊപ്പം ഒരു ചീഫ് വിപ്പ് സ്ഥാനം കൂടി അവർക്ക് നൽകും. നേരത്തെ ആദ്യഘട്ട ചർച്ചകളിൽ ജോസഫിനോട് കൃഷി വകുപ്പ് സംബന്ധിച്ച കാര്യങ്ങളാണ്, കൃഷി വകുപ്പ് നൽകാമെന്ന കാര്യമാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത്. പക്ഷേ കൃഷി വകുപ്പിനും ക്ഷീരവികസന വകുപ്പിനൊന്നും വകുപ്പുകൾ കൊണ്ട് തൃപ്തിപ്പെടാൻ ജോസഫ് പക്ഷം തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവസാന റൗണ്ട് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അവർക്ക് ജലവിഭവ വകുപ്പും ഒപ്പം രജിസ്ട്രേഷൻ വകുപ്പും നൽകും എന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും CMPയെ ഈ ഘട്ടത്തിൽ ഗതാഗതം, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിന് ജലവിഭവവും അതോടൊപ്പം തന്നെ രജിസ്ട്രേഷനും നൽകുമെന്ന നിലയിലാണ് നിലവിൽ കാര്യങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു തർക്കം RSPക്ക് ഇനി എന്ത് വകുപ്പ് നൽകും എന്നതാണ്. നിലവിൽ RSP നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം അവസാന റൗണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായി ഒരുപക്ഷെ ഷിബു ബേബി ജോൺ വരും എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇക്കാര്യത്തിലൊക്കെ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. ഒരുപക്ഷെ അന്തിമ തീരുമാനം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും ഗവർണറെ കാണാൻ VD സതീശൻ അല്പസമയത്തിനകം പുറപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ മന്ത്രിമാരുടെ പട്ടിക നൽകും. വകുപ്പുകൾ സംബന്ധിച്ച് പോർട്ട്ഫോളിയോസ് വിതരണം. കാർത്തിക, അതിനകത്തൊരു ചെറിയ വിഷയം, ഈ കെ മുരളീധരനെ പോലെ ഒരാൾക്ക് ആരോഗ്യം പോലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നൽകി, അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ദേവസ്വം വകുപ്പ് മാത്രമായി കെ മുരളീധരന്, അതിൻ്റെ കൂടെ മറ്റേതെങ്കിലും വകുപ്പുകൾ കൂടി കാണില്ലേ? ആരോഗ്യവകുപ്പിൽ താല്പര്യമില്ലെന്ന് അറിയിച്ചെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അപ്പോഴും തുടർന്നുള്ള ചർച്ചകളിൽ ആരോഗ്യവകുപ്പിന് പുറമെയാണ് ഈ ദേവസ്വം വകുപ്പ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫുമായി ഒരു ഘട്ടത്തിൽ ചർച്ചകൾ സജീവമായിരുന്നു. പക്ഷേ സണ്ണി ജോസഫ് ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുന്നതിനോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല. അങ്ങനെയാണ് ആരോഗ്യവകുപ്പ് കെ മുരളീധരനാണ് എന്ന് ഏറെക്കുറെ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം നമുക്ക്. ആരോഗ്യത്തിന് പുറമെയാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട്, അതായത് ആരോഗ്യവകുപ്പിൽ താല്പര്യക്കുറവുള്ളതുകൊണ്ട് കൂടിയാകാം ഒരു പക്ഷേ ദേവസ്വം വകുപ്പ് കൂടി കെ മുരളീധരന് നൽകിക്കൊണ്ടുള്ള ഒരു അനുനയ ശ്രമം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമം എന്ന് മനസ്സിലാക്കാം. എന്തായാലും ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കും കെ മുരളീധരൻ എന്ന നിലയിലാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഒപ്പം AP അനിൽകുമാറിന് ടൂറിസത്തിന് പുറമെ ഒരു സുപ്രധാന വകുപ്പ് കൂടി നൽകേണ്ടതുണ്ട്. അത് ഏതെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മറ്റൊന്ന്, സണ്ണി ജോസഫ്, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ സുപ്രധാന വകുപ്പിലേക്ക് തന്നെയാണ് അദ്ദേഹം വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. അത് റവന്യൂ വകുപ്പായിരിക്കും എന്ന് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാം. എന്തായാലും ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടായിരുന്നു മാണി സി കാപ്പനും അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബും അവർ പരസ്യമായി ഇത്തരത്തിൽ പ്രതിഷേധം പരസ്യമാക്കിയത്. ഈ തീരുമാനത്തിന് പിന്നാലെ
ചില സഭാ നേതൃത്വത്തെ കൂടി മാണി സി കാപ്പൻ കണ്ടിരുന്നു. അതിനുശേഷം പുതിയ ചില ചർച്ചകൾക്ക് കൂടി വഴിവെച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മാണി സി കാപ്പൻ്റെ പേര് കൂടി സജീവ പരിഗണനയിൽ വരുന്ന ചർച്ചകൾ അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അനൂപ് ജേക്കബിന് ഈ മന്ത്രിസഭയിൽ ഫുൾ ടേം നൽകാനാകും. ഒപ്പം ഒരു ക്യാബിനറ്റ് പദവി മാണി സി കാപ്പന് നൽകി എന്നും വരും. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലൊരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ സജീവമാണ്. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങളോട്, ആ ചർച്ചകളോട് മാണി സി കാപ്പൻ്റെ പാർട്ടിയും മാണി സി കാപ്പൻ ഏത് തരത്തിൽ പ്രതികരിച്ചു എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. എന്തായാലും ടേം വ്യവസ്ഥ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അവസാന മണിക്കൂറുകളിൽ സജീവമായി നടക്കുന്നു. അതിനുള്ള ഫോർമുല ഇതായിരുന്നു: ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മാണി സി കാപ്പനെ കൊണ്ടുവരിക, ഒപ്പം അനൂപ് ജേക്കബിന് ഫുൾ ടൈം നൽകുക. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഏതാണ്ട് 3 മണിവരെയും ചർച്ചകളിൽ സജീവമായി നിന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാൻ എത്തും എന്ന ഷാനിമോൾ ഉസ്മാൻ്റെ പേരാണ് സജീവമായി പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുമോ എന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വയനാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ കീറാമുട്ടിയായി നിൽക്കുന്നത്. അതായത് വയനാട് ജില്ലയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം വേണം എന്ന നിലപാട്. കാർത്തിക, അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. വയനാട് ജില്ലയിൽ നിന്നും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച പേര് IC ബാലകൃഷ്ണേതാണ്. 4ാം തവണ വിജയിക്കുന്ന ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു മന്ത്രിയാണ്. ആദ്യമായി കേരളത്തിന് ഒരു ST വിഭാഗത്തിൽ നിന്ന് PK ജയലക്ഷ്മിയെ ഒരു മന്ത്രിയാക്കിയത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യപ്രകാരം കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തായിരുന്നു. അങ്ങനെ ഒരു പേര് രാഹുൽ ഗാന്ധിയുടെ മുന്നിലെത്തിയാൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ആയാലും ഖർഗെ ആയാലും ST വിഭാഗത്തിൽ നിന്ന് ഒരാളുടെ പേര് വരുമ്പോൾ, അതും 4ാം തവണ വിജയിച്ചു വരുന്ന ഒരാളുടെ പേര് വരുമ്പോൾ അത് അംഗീകരിക്കും. പ്രത്യേകിച്ച് വയനാട് നിന്നുകൂടി വരുന്ന പേരാണ്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. അപ്പോൾ T സിദ്ദിഖ് മന്ത്രിസ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന ഒരാളാണ്. T സിദ്ദിഖിൻ്റെ മന്ത്രിസ്ഥാനം വയനാട് ജില്ലയിൽ നിന്ന് 3 MLA-മാരുടെ വയനാട് ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരെ കൊടുക്കാനാവില്ലല്ലോ. അപ്പോൾ T സിദ്ദിഖിൻ്റെ മന്ത്രിസ്ഥാനം തുലാസിലാവുമോ? IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ്, ഇത് രണ്ടിൽ ഒരാൾ മന്ത്രിസഭയിലേക്ക് എത്തും എന്ന നിലയിലാണ് നിലവിൽ കാര്യങ്ങൾ. IC ബാലകൃഷ്ണന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ട് എന്ന തരത്തിൽ ചില വിവരങ്ങളും പുറത്തുവരുന്നു. രമേശ് ചെന്നിത്തല ക്യാമ്പും ഈ ഘട്ടത്തിൽ IC ബാലകൃഷ്ണൻ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 50% എന്ന് മറുപടി അയക്കുകയാണ് ഈ ഘട്ടത്തിൽ. അതായത് ചർച്ചകൾ സജീവമായി ഉണ്ട്. വയനാട്ടിൽ നിന്ന് ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനം അന്തിമമായിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല, അതായത് മാണി സി കാപ്പനെ അനുനയിപ്പിക്കാനും ആ ടേം വ്യവസ്ഥയിൽ ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചാൽ അവിടെ ഷാനിമോൾ ഉസ്മാന് സ്വാഭാവികമായും മന്ത്രിസ്ഥാനം നഷ്ടമാകും. അങ്ങനെയെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രാതിനിധ്യം കോൺഗ്രസിന് നൽകേണ്ടതുണ്ട്. മാത്രമല്ല മറ്റൊരു ഘടകം കൂടി ഇതിനോട് കൂട്ടി വായിക്കണം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു പ്രാതിനിധ്യം ഈ ഘട്ടത്തിലും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിലയിലാണ് കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടികയുള്ളത്. അതിൽ വലിയ തോതിലുള്ള അതൃപ്തിയുമുണ്ട്. കാരണം 20 വർഷത്തിന് ശേഷമാണ് വലിയൊരു വിജയം ആ ജില്ലയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അർഹമായ പ്രാതിനിധ്യം ആ ജില്ലയ്ക്ക് നൽകണം എന്ന തരത്തിൽ ചർച്ചകൾ സജീവമായിരുന്നു. ഇന്നലെ വൈകിട്ട് വരെ പല പേരുകളും കോഴിക്കോട് ജില്ലയിൽ നിന്ന് സജീവമായി കോൺഗ്രസിൻ്റെ MLA-മാരുടെ 2 പേരുകൾ, അതായത് ജയന്തിൻ്റെയും ഒരു ഘട്ടത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ്റെയും പേരുകൾ സജീവമായി ചർച്ചകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല. പക്ഷേ വലിയ പ്രതിഷേധം അതിൽ നേതൃത്വത്തിന് ഉണ്ട്. മാത്രമല്ല കോഴിക്കോട് ജില്ലാ നേതൃത്വവും കോഴിക്കോട് നിന്നുള്ള നേതാക്കളുമൊക്കെ MP അടക്കമുള്ളവരും ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി അറിയിച്ചതായാണ് സൂചന. അങ്ങനെ അവസാന ഘട്ടത്തിൽ 2 പേരുകൾ, ആ 2 പേര് ഇനി ആരൊക്കെയാണ് എന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ് ഉള്ളത്. സ്വാഭാവികമായും അങ്ങനെ ഇപ്പോൾ കോഴിക്കോട് ജില്ല, എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയ്ക്കും പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥ വരും അങ്ങനെയാണെങ്കിൽ, അല്ലേ? തീർച്ചയായും പാലക്കാട്, കോഴിക്കോട് ജില്ലകളുടെ കാര്യത്തിൽ പ്രാതിനിധ്യം നൽകാനാകാത്ത സാഹചര്യമാണ് നിലവിൽ പുറത്തു വരുന്ന പേരുകൾ. അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ കേൾക്കുന്ന പേരുകൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അത് T സിദ്ദിഖിന് അനുകൂലമായി കാര്യങ്ങൾ എത്തിയേക്കാം. കാരണം ഒരു കോഴിക്കോടുകാരൻ, മുൻ കോഴിക്കോട് DCC പ്രസിഡന്റ്, പിന്നീട് വയനാട്ടിലേക്ക് പോകുന്നു, കൽപ്പറ്റയിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു ക്ലെയിം ഒരു പക്ഷേ T സിദ്ദിഖിന് ഉന്നയിക്കാം. അത് പരിഗണിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം. എങ്കിൽ കൂടിയും അത്തരത്തിൽ ഒരു 50-50 ചാൻസ് ഇപ്പോഴും T സിദ്ദിഖിനും IC ബാലകൃഷ്ണനും ഇടയിൽ ഇപ്പോഴും നിൽക്കുന്നു. ഹൈക്കമാൻഡ് എന്ത് അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കാർത്തിക് ഇപ്പോൾ IC ബാലകൃഷ്ണൻ വരുമെങ്കിൽ T സിദ്ദിഖ് ഒഴിവായാൽ പിന്നീട് മുസ്ലിം വിഭാഗത്തിൽ നിന്നും എന്തായാലും ഒരാൾ വരണം. അങ്ങനെ 3 പേരുകളുള്ളത്: 1 T സിദ്ദിഖിൻ്റെതാണ്, 2 ഷാനിമോൾ ഉസ്മാൻ്റെതാണ്, 3 അൻവർ സാദത്തിൻ്റെതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 പേരുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ?
അൻവർ സാദത്തിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത വിദൂരമാണ് എന്ന് പറയാനുള്ളൊരു കാര്യം, ഒരു സമവായ സാധ്യത എന്ന നിലയിൽ ആ പേര് വരാം. പക്ഷെ അപ്പോഴും ജില്ലകളുടെ പ്രാതിനിധ്യം, പല സമവാക്യങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട്. സാമുദായിക ഘടകം ഒപ്പം ജില്ലകളുടെ പ്രാതിനിധ്യം, ഇത് കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള സാധ്യത കുറവാണ്. അൻവർ സാദത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇനി കുറവാണ്. മാത്രമല്ല, വയനാട്, കോഴിക്കോട്, പാലക്കാട് ഈ ജില്ലകളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച ചർച്ചകളാണ് സജീവമായി ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നത്. എന്തായാലും ഒരു പ്രാഥമിക ധാരണയിലേക്ക് നേതൃത്വം എത്തിച്ചേരും. അത് ഹൈക്കമാൻഡിൻ്റെ ഒരു ഫോൺ കോൾ കൂടി എത്തിച്ചേരും എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഗവർണർക്ക് കൊടുക്കുന്ന പട്ടികയിൽ രണ്ടിലൊരാളുടെ പേര് ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാം. ശരി, എന്തായാലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് ആണ് പാർട്ടി, അതുകൊണ്ട് തന്നെ ഈ മിനിറ്റുകൾക്കുള്ളിൽ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നതിനപ്പുറത്തേക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇനി പട്ടികയുമായി ഗവർണർക്ക് പോകുമ്പോൾ പൂർണ്ണ പട്ടികയുമായിട്ടാണോ പോകുന്നത്, അതോ പട്ടിക പിന്നീട് നൽകാമെന്ന് അദ്ദേഹത്തെ അറിയിച്ച് മടങ്ങിപ്പോരുകയാണോ? അങ്ങനെ പട്ടിക ഇപ്പോൾ തന്നെ നൽകണം എന്നൊന്നും നിർബന്ധമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു മുതിർന്ന നേതാവിനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അങ്ങനെ കൃത്യം ഇത്ര മണിക്ക് പട്ടിക ഇന്ന് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. പട്ടിക നൽകാം എന്ന് പറഞ്ഞാൽ പിന്നീട് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഒക്കെ പട്ടിക ഗവർണറുടെ മുന്നിൽ എത്തിച്ചാലും സത്യപ്രതിജ്ഞ ചടങ്ങിന് ഏതെങ്കിലും തരത്തിൽ കുഴപ്പമില്ല. കോൺഗ്രസ് ആയതുകൊണ്ട് അതിനൊക്കെയുള്ള സാധ്യത നമുക്ക് എന്തായാലും തള്ളിക്കളയാൻ ആവില്ല. ഇതിലും വലിയ തർക്കങ്ങളും ചർച്ചകളുമൊക്കെയായി ദിവസങ്ങളോളം നീണ്ടുപോയ ചരിത്രമൊക്കെയുള്ള പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. എന്തായാലും ഇത്തവണ അത്ര വലിയ തർക്കങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ പരസ്യമായ ഒരു വലിയ കലാപത്തിലേക്കൊന്നും നീങ്ങാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. ഉടൻ തന്നെ ഇന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു പട്ടിക അന്തിമമാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിൽ മന്ത്രിസഭാ ചർച്ച നടക്കുന്നു. അതേ സംബന്ധിച്ച ചർച്ചകളാണ്, അതേ പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ നൽകുന്നത്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നാണ് ചേരുന്നത്. ലീഗ് പ്രവർത്തകൻ കൂടിയായ ശ്രീ റഷീദ്, ഈ ലീഗിനകത്ത് മന്ത്രിമാരുടെ പേരുകളൊക്കെ പുറത്തു വന്ന ലിസ്റ്റ് താങ്കൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതേ ചൊല്ലിയുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. എത്രത്തോളം ശരിയാണ് അതൊക്കെ? സന്തോഷത്തോടു കൂടിയാണ് വാർത്തകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം കാത്തിരുന്ന ടീം UDFന്റെ ഭരണം നാളെ തുടങ്ങുകയാണ്. തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഏതാണ്ടൊക്കെ കെട്ടടങ്ങിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട മഹിയേട്ട, താങ്കൾ ഈ മുന്നണിയെ തകർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക. താങ്കളുടെ മുന്നണി ഉണ്ടല്ലോ, താങ്കളുടെ മുന്നണിക്ക് ഈ ത്രിപുരയുടെയും ബംഗാളിന്റെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കേരള ജനത ആഗ്രഹിക്കുന്ന ഒരു ഭരണം ഈ ടീം UDFനെ കഴിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. നല്ലൊരു ഭരണം സാധാരണക്കാരനും പാവപ്പെട്ടവനും ഇടത്തരക്കാരനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണം ഉണ്ടാകുന്ന രൂപത്തിൽ അവരൊക്കെ എന്തൊക്കെയാണോ നേരത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്നത് ആ രീതിയിൽ ഈ ഭരണത്തെ മുന്നോട്ട് നയിക്കാൻ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ ടീം UDFന് കഴിയട്ടെ. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഭരണരംഗത്തുണ്ടായിരുന്ന പല വീഴ്ചകളും ആ വീഴ്ചകളിലൊക്കെ പാഠം പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ വളരെ ഐക്യത്തോടും വളരെ നല്ല രീതിയിലും ഈ ഭരണത്തെ മുന്നോട്ട് നയിക്കുകയും നല്ലൊരു ഭരണം കേരള ജനതയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുകയും കേരള ജനതയുടെ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരമാവധി പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു ഭരണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഫ്രാൻസിസ് ആണ് അങ്കമാലിയിൽ നിന്നും. ശ്രീ ഫ്രാൻസിസ്, താങ്കൾക്ക് ഈ ചർച്ചകളും ഒക്കെ കാണുമ്പോൾ ഈ പേരുകളൊക്കെ ഉയർന്നു വരുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അവസാനം ഒരു നല്ല പട്ടിക വരും എന്നാണോ താങ്കളുടെ പ്രതീക്ഷ? കിരൺ, അവസാനം നല്ല പട്ടിക വരും. പക്ഷെ ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് ഇത് ഇത്രയും വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ മന്ത്രിമാര് 10 വർഷം മുമ്പ് മന്ത്രി അവർക്കൊക്കെ പിന്നെയും മന്ത്രിമാരാവണം എന്ന് പറഞ്ഞു. ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, ഇവരൊക്കെ തന്നെ വാശി പിടിക്കുന്നത് അവർക്ക് ഓരോ ഗ്രൂപ്പുണ്ട്, അത് സമ്മതിക്കാം. അതുപോലെ ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്ത വകുപ്പ് അല്ലെങ്കിൽ എന്റെ പാർട്ടി കൈകാര്യം ചെയ്ത വകുപ്പ് തന്നെ എനിക്ക് കിട്ടണമെന്ന് ഇവർക്ക് മാറ്റം വരുത്തിക്കൂടെയാണ്. വിദ്യാഭ്യാസ വകുപ്പ് എന്നും മുസ്ലിം ലീഗിന്, അതുപോലെ ഇപ്പൊ ഫിഷറീസ് ഇപ്പൊ മുസ്ലിം ലീഗിന് കൊടുത്തിട്ട് അവിടെ ഉന്നത വിദ്യാഭ്യാസം ഇങ്ങോട്ടും വാങ്ങിക്കുന്നു. ഇപ്പൊ അങ്ങനെ അതൊക്കെ ഒരു നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെന്ന് പറഞ്ഞത് 4 ആക്കാം. കോൺഗ്രസിന് ഇപ്പൊ 10 എന്നുള്ളത് അല്ലെങ്കിൽ 12 എന്നുള്ളത് 11 ആക്കാം, 10 ആക്കാം. പിന്നെ ടേം വ്യവസ്ഥ അത് ചെയ്യുന്നത് ഒരു നല്ലൊരു ഇതല്ല. അനൂപ് ജേക്കബിനോടും മാണി സി കാപ്പനോടും ചെയ്യുന്നത് മാത്രം അത് അവർക്ക് മാത്രം ബാധകം. CP ജോൺ അത് ബാധകമല്ല. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഒറ്റ കക്ഷി എന്ന് പറയുന്ന CP ജോണിനെ നമുക്ക് അനൂപ് ജേക്കബിനെ പോലെയോ അല്ലെങ്കിൽ മാണി സി കാപ്പനെ പോലെയോ കോൺഗ്രസിന് കാണാൻ കഴിയുമോ? UDFന് എത്രയോ കാലമായി. CMB UDFിൽ വന്ന കാലം മുതൽ
UDF പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവരുടെ പോളിസി മേക്കിങ്ങിലും അവരുടെ പ്രകടനപത്രിക രൂപീകരിക്കുന്നതിലായാലും അവർ ഭരണത്തിലിരിക്കുമ്പോൾ ആസൂത്രണ ബോർഡിലായാലും ഒക്കെ നിർണായകമായ സംഭാവനകൾ നൽകുന്ന UDF സെക്രട്ടറിയാണ്. അത് മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് അങ്ങനെ പരിഗണന കൊടുക്കണ്ടേ? ഞാൻ തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നു, കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു അപ്പുറത്തെ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിസ്ഥാനം കുറച്ചിട്ട് ഈ അനൂപിന്റെ ഒരു MLA മാത്രമുള്ള അനൂപ് ജേക്കബ് 5 വർഷവും മന്ത്രിയായിരുന്നു കഴിഞ്ഞ തവണ. അന്ന് 72 സീറ്റ് ആയതുകൊണ്ട് പ്രധാനമായിരുന്നു. അങ്ങനെ ഒറ്റ ഒരാൾ മാത്രം ഒരു സീറ്റിൽ ജയിക്കുക, രണ്ടാമതൊരാൾ പോലും ഇല്ല. അങ്ങനെ ഒരാൾക്ക് 5 കൊല്ലവും മന്ത്രിയായിരിക്കുക, അത് അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? പെട്ടെന്ന് സ്മൂത്ത് ആവണേ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ RSPക്ക് തൊഴിൽ വകുപ്പ് വേണ്ട, ജലസേചനം വേണം. അപ്പൊ അങ്ങനെയൊക്കെ വാശി പിടിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കുറെ നാൾ തൊഴിൽ അതെനിക്കിപ്പോ വേണ്ട, അല്ലെങ്കിൽ ജലസേചനം മതി, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം തന്നെ വേണം, ഇങ്ങനെയൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല തുടക്കമല്ല. സംഭവം നന്നായിട്ട് തീരും, പക്ഷെ ഒരു തുടക്കത്തില് വ്യക്തമാണ്. അത്ര വാശികളൊന്നും പാടില്ല എന്നുള്ളതാണ് അങ്കമാലിയിൽ നിന്നും ശ്രീ ഫ്രാൻസിസ് പറയുന്നത്. ശ്രീ സുമോദാണ്, കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. സുമോദ്, താങ്കളെ ആദ്യമായിട്ടാണോ അതോ നേരത്തെയൊക്കെ പൊതുവേദിയിൽ വിളിച്ചിട്ടുള്ള ആളാണോ? ശ്രീ സുമോദ് കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ടെലിഫോൺ കട്ടായെന്ന് തോന്നുന്നു. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ KG കുമാർ, കൊട്ടാരക്കരക്കാർക്ക് കഴിഞ്ഞ തവണ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, പലതവണ മന്ത്രി ഉണ്ടായ മണ്ഡലമാണ്. ഇത്തവണ കൊട്ടാരക്കരക്കാർക്ക് മന്ത്രി ഇല്ല. അതുകൊണ്ട് എന്തായാലും കൊട്ടാരക്കരക്കാരിൽ നിന്നൊരാൾ പ്രതിപക്ഷ നേതാവ് 1012 വോട്ടിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 1012 വോട്ടിന് മുൻ മന്ത്രി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതെ, എന്തായാലും പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിച്ചു, അതുകൊണ്ടായില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് ഞങ്ങളും പ്രതീക്ഷിച്ചു പ്രതിപക്ഷ നേതാവായിരിക്കും. കാര്യം ഉള്ളതിൽ മെച്യൂരിറ്റിയും സീനിയറും സമ്പത്തും അനുഭവ സമ്പത്തും ഒക്കെ വെച്ചിട്ട് പിന്നെ അദ്ദേഹം കുറച്ച് ഇരുത്തം വന്ന ആളുമാണ്. അങ്ങനെ വിചാരിച്ചത്, പക്ഷെ അതുണ്ടായില്ല. ചർച്ചയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ചർച്ചയെ കുറിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഇതായത് കാരണം മുഖ്യമന്ത്രി നിർണയം തന്നെ വളരെ നീണ്ടുപോയി, ഒരുപാട് തെരുവിൽ വലിച്ചടിച്ച്. പക്ഷെ ഇതെങ്കിലും ഒരു ഇത് കാര്യക്ഷമമായിട്ട് ഇപ്പൊ ഈ ചെന്നിത്തലയൊക്കെ വലിയ വാചകമൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഈ ചെന്നിത്തല തന്നെ ആദ്യം പിണങ്ങിപ്പോയി മന്ത്രിസഭയിൽ ചേരുന്നില്ലെന്ന് പറഞ്ഞു, എന്നിട്ട് പിന്നെ തിരിച്ച് രണ്ടാമത് വന്നു. അപ്പൊ എനിക്കൊരു തമാശയായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാരെ ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവും, വേണ്ട എന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ച് ബാക്കിയുള്ളവർ ഊണ് കഴിക്കും തുടങ്ങുമ്പോൾ വന്നിട്ട് പുളിശ്ശേരി ഉണ്ടെങ്കിൽ എനിക്കും കുറച്ച് ചോറ് വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയായി പോയി ചെന്നിത്തലയുടെ. കാര്യം ചെന്നിത്തലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈക്കമാൻഡ് തന്നെ ആദ്യം ഈ 3 പേരെയും വിളിച്ചിട്ട് ഈ ഇത്രയും പ്രശ്നമാക്കാതെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ഇതിൽ കൊണ്ടുവരേണ്ടതായിരുന്നു. അത് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ KPCC പ്രസിഡന്റ് ആവാൻ ഒത്തിരി ആൾക്കാർ ക്യൂ നിൽക്കുവാണ്. എന്തായാലും ശരി തന്നെ, എന്തായാലും നാളെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ഏത് രീതിയിലാണ് നടപ്പാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് എന്നുള്ളത് സതീശന്റെ മുമ്പിൽ വലിയ കടമ്പകളാണ്. ഞാൻ 2 ആഴ്ച മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് പുള്ളിയെ കണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചതിന്റെ മേളത്തെ ഇതിലായിരുന്നു താമസിച്ചിരുന്നത്. എന്തോ ചെയ്യാനാ. ശരി, എന്തായാലും താങ്കൾക്ക് അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയാണ് ഈ ഒരു മന്ത്രിസഭയുടെ പേര് പുറത്തു വരുമ്പോൾ ചിലപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തു വരാം, ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതൊരു കൊള്ളാവുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കുമോ പുറത്തു വരിക? നമസ്കാരം സാർ. അത് നമ്മുടെ MLA-മാരെല്ലാം പൊതുവെ നല്ലവരാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ഈ സമ്പ്രദായത്തിൽ ചെറിയ മാറ്റം വരുത്തേണ്ടതുണ്ട്. പല വികസിത രാജ്യങ്ങളിലും മന്ത്രിമാരൊന്നും ഇത്ര പത്രാസ് കാണിച്ചല്ല നടക്കുന്നത്, ജനങ്ങളെ ചവിട്ടിപ്പിടിച്ചുകൊണ്ട്. തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഇവർക്ക് ഇത് ഇത്രമാത്രം എസ്കോർട്ടിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ ഇപ്പൊ ചെന്നൈയിൽ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ, രാവിലെ ഓഫീസേഴ്സ് വരുന്ന. ഇന്നാളൊരു ഇതിൽ ഞാൻ പറഞ്ഞതാ, ജോലിക്കാർ വരുമ്പോ മുഖ്യമന്ത്രിയും വരും, ജോലിക്കാർ പോകുമ്പോ മുഖ്യമന്ത്രിയും പോകും. ഇവരിപ്പോ നമുക്കിപ്പോ അത്രയ്ക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ പോട്ടെ, ഒരു നിഷ്ഠ വെക്കണം. 30 ദിവസമുള്ള 20 ദിവസമെങ്കിലും മന്ത്രിമാര് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുക. കാരണം ഇവർക്ക് നമ്മൾ ശമ്പളമൊക്കെ കൊടുക്കണം, അവരുടെ കുടുംബ ചെലവിനുള്ള കാശ് നമ്മളാണല്ലോ കൊടുക്കണേ. അപ്പൊ അതിന്റെ 20 ദിവസമെങ്കിലും ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുക. 10 ദിവസം അവർ നാടിച്ചിട്ടെ. അങ്ങനെ ഒരു നിഷ്ഠ വെച്ചാൽ ജനങ്ങൾക്ക് അവരെ കാണാൻ വരുന്നവർക്കൊക്കെ വലിയ സൗകര്യമായിരിക്കും. ഒരു ജനകീയ ഗവൺമെന്റ്, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞുള്ള ആ രീതിയിൽ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ല പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാലേ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നണം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ പറയും മതേതരമാണെന്ന് തോന്നും. ഇപ്പൊ നമ്മുടെ നാട്ടില് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും,
ഈ വീതം വെപ്പൊക്കെ കാണുമ്പോ അത്ര മതേതരമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ സ്വാഭാവികമാണ്, നമുക്കൊക്കെ നോക്കേണ്ടി വരും. പക്ഷെ ചിലരൊക്കെ തല്ലിട്ട് തല പൊളിച്ചും ചിലർ പങ്കെടുക്കില്ല എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞയില് ഇതൊക്കെ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മതേതരമാണെന്ന് പറയാൻ പറ്റില്ല. പേരിന് പോസ്റ്റിന് നമുക്ക് പറയാതെ മാത്രം മതേതരമാണെന്ന്. പുതിയ ഗവൺമെന്റിനോട് എനിക്ക് ഒരു അഭ്യർത്ഥന, ചെലവ് ചുരുക്കി, പരമാവധി ചെലവ് ചുരുക്കി. അതായത് അവാർഡുകളും കൊടുക്കും. പല ഓരോ പൗരന്മാരും ഇതുപോലെ ഓരോന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സി ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. സി ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മന്ത്രിസഭാ പട്ടിക പുറത്തു വരുമ്പോൾ അതൊരു മെച്ചപ്പെട്ട പട്ടിക ആയിരിക്കുമോ? കിരൺ സാർ നമസ്തേ സാർ. നമസ്കാരം. മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ തന്നെയും ജനങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് സാർ. നിരവധി പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ തർക്കങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ എങ്കിൽ തന്നെയും ഈ രീതിയിൽ മന്ത്രിസഭ രൂപീകരിക്കുന്ന ജനങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. ഇത് മാത്രമല്ല സാർ, പുതിയ നികുതികൾ ഏർപ്പെടുത്താതെ ഒളിഞ്ഞു കിടക്കുന്നതും കിട്ടാത്തതുമായിട്ടുള്ള നികുതികൾ പിരിച്ചെടുത്ത് ജനങ്ങളെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് സാർ പറഞ്ഞു നിർത്താൻ ഉദ്ദേശിക്കുന്നത്. ശരി. ശ്രീ രാധാകൃഷ്ണനാണ്, ചാത്തന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളുടെ പാർട്ടിയും മുന്നണിയും ഒക്കെ പരാജയപ്പെട്ടു. ജനങ്ങൾ അങ്ങനെ എല്ലാ കാലത്തും ഒരുത്തരത്തിനെ വിജയിപ്പിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ പുതിയൊരു സർക്കാർ വരുന്നു. ആ സർക്കാർ മന്ത്രിതല ചർച്ചകളിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ആ ചർച്ചകളെ കാണുന്നത്? തീർച്ചയായും സ്വാഭാവികമായും UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ പോലും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായിട്ട് ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. നമ്മളതെല്ലാം ഉൾക്കൊള്ളുന്നു. 10 വർഷത്തോളം UDF ഉൾപ്പെടെ പ്രതിപക്ഷത്തിരുന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. ഇന്ത്യയിൽ കഴിഞ്ഞ 2 മിനിസ്റ്ററിക്ക് മുന്നേ UPA ഭരണ സംവിധാനത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലായിരുന്നു എന്നുള്ള വസ്തുത നമുക്കറിയാം. അത്ര കണ്ട് താഴോട്ട് പോയതാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ്. അപ്പൊ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ പിന്നോട്ട് പോയ അവര് 10 വർഷത്തിന് ശേഷം അവർ വന്നു. സ്വാഭാവികമായും നമ്മൾ പരാജയം അംഗീകരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് അതല്ല, നമ്മൾ ഈ 10 വർഷം സംഭവിക്കുവാൻ പോകുന്ന ആ ഒരു വിഷയത്തെ കുറിച്ചാണ്. മുൻകാലങ്ങളിലെ പോലെ തന്നെ നമുക്ക് ഇന്ന് ഞാനൊരു ചാനലിൽ കണ്ടതാണ്, എനിക്ക് വളരെ വേദന തോന്നി. ഒരു ചാനലിൽ കാണിച്ചത് നായർ വിഭാഗത്തിന് 2, ഈഴവ വിഭാഗത്തിന് 3, മുസ്ലിമിന് 2, ക്രിസ്ത്യാനിക്ക് 5. ആ രീതിയിലാണ് അത്. കാരണം അത് ചാനലുകാരുടെ കുറ്റമല്ല. ഇത് UDFന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വസ്തുതയാണ്. ജാതി പരസ്യമായിട്ട് മീഡിയയിലൂടെ പറഞ്ഞു. മീഡിയക്ക് ഇത് കാണിക്കേണ്ട, ഞാൻ മീഡിയ കുറ്റം പറയല്ല. എനിക്ക് ചെറിയൊരു വിയോജിപ്പ് താങ്കളോടും പറയാനുണ്ട്. താങ്കളുടെ പാർട്ടി മാത്രമാണ് ഒരിക്കൽ അങ്ങനെയല്ല ഒരേ വിഭാഗത്തിൽ നിന്ന് 4 പേരെയൊക്കെ മന്ത്രിമാരാക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഒരു സാമുദായിക ഇപ്പോൾ ഇന്ന ആൾക്ക് ഇത്ര എന്നുള്ളതല്ല. കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സമുദായങ്ങളൊക്കെ അതിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അങ്ങനെ നോക്കിയല്ലേ ഇടതുപക്ഷമടക്കം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും അവിടെ ഇന്ന വിഭാഗത്തിൽ നിന്ന് ആളുകളുണ്ടെങ്കിൽ വിജയിക്കാം. അങ്ങനെ നോക്കിയാണല്ലോ പല സ്ഥാനാർത്ഥികളാക്കുന്നതും ചിലരെയൊക്കെ മന്ത്രിമാരാക്കിയത് പോലും അങ്ങനെയല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോക്കുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അത് പുറമേക്ക് പറയുന്നതും പറയാതിരിക്കുന്നതും തമ്മിൽ എന്താണ് കാര്യം? ഞാനൊരു ഇടതുപക്ഷക്കാരനാണെങ്കിലും ഞാൻ മുമ്പും താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷം ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് അംഗീകരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. കാരണം ഏത് പ്രസ്ഥാനങ്ങളായാലും നാളെ നന്നാവണം എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്ക്. മതത്തിന് പാർട്ടി പറയുന്നതെല്ലാം അത്തരത്തിലുള്ള ശരിയല്ല. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, പിണറായി പ്രതിപക്ഷ നേതാവ് ആകരുന്ന് ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചർച്ചകൾ വരികയല്ലേ. അപ്പം ഒരു പാർട്ടിയാണെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇടതുപക്ഷം അങ്ങനെ ചെയ്തതുകൊണ്ട് ജാതീയമായി ഇടതുപക്ഷവും അങ്ങനെയാണ് ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു എന്ന അർത്ഥം. അങ്ങനെ മറിച്ച് തിരുത്താൻ എല്ലാ പാർട്ടിയിലും ആളുകൾ ഉണ്ടാകുമ്പോഴാണോ ആ തിരുത്താനുള്ള ആളുകളുടെ ശബ്ദത്തിന് ആ പാർട്ടി വില നൽകുമ്പോഴാണ് പാർട്ടികൾ ജീർണിക്കാതെ നിൽക്കുന്നത്. തിരുത്താനുള്ള ആളുകളുടെ ശബ്ദത്തിനെ ചവിട്ടി ഒതുക്കുമ്പോൾ ഏത് പാർട്ടിയാലും ജീർണിക്കും. തീർച്ചയായും. പിന്നെ എനിക്ക് മറ്റൊരു പ്രസക്തമായ ഭാവം ഈ ജാതീയത പോലെ തന്നെയാണ്. ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ തന്നെ വകുപ്പിനെ കുറിച്ച് ഉള്ള തർക്കം ഓരോരുത്തരും പറയുകയാണ്, ഞങ്ങൾക്ക് ഇന്ന വകുപ്പ് വേണ്ട, ഇല്ല വകുപ്പ് മതി. അതായത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ മുൻകാലങ്ങളിലെ പോലെ തന്നെ അഴിമതിയിലേക്ക് ഞങ്ങൾക്ക് ഇന്ന വകുപ്പ് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്കത് മുതലാക്കാൻ. ആ ഒരു കാഴ്ചപ്പാട് ഏത് ജനങ്ങളെ സേവിക്കുന്ന ഏത് വകുപ്പ് കിട്ടിയാലാണ് ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും എല്ലാ മന്ത്രിമാർക്കും ഒരേപോലുള്ള സാലറി ആണെന്നാണ് എനിക്കതിനെക്കുറിച്ച് അറിയില്ല, താങ്കൾക്ക് അറിയുമെന്ന് തോന്നുന്നു. എല്ലാ മന്ത്രിമാർക്കും ഒരേപോലുള്ള ഒരേ സാലറിയാണ്. പിന്നെ എന്തിനാണ് ജനസേവനത്തിനുള്ള വകുപ്പുകൾ ഞങ്ങൾ ഇന്ന വകുപ്പ് വേണം ഒത്തി വലിക്കുകയാണ് കഴുകന്മാരാണ്. UDF കാലങ്ങളായിട്ടുള്ളത് കണക്ക് തന്നെ ഈ 5 വർഷത്തിനകത്ത് തന്നെ പറ്റുമെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് വെക്കുവാറ് മുമ്പ് ആന്റണി രാജിവെച്ചിട്ട് ഈ നമ്മളെ ഉമ്മൻചാണ്ടി വന്ന കണക്ക് ഇതിൽ അത് സംഭവിക്കും. ഇവർ രണ്ടുപേരും വെറുതെ ഇരിക്കത്തില്ല. ഒരു ബൈലക്ഷൻ വന്നാൽ പോലും സ്വാഭാവികമാണെന്നാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വരാം. അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ഇടതുപക്ഷത്തിന് എത്രയും പെട്ടെന്ന് വരാനുള്ള എല്ലാ അന്തരീക്ഷമുണ്ട്. ഇപ്പൊ തന്നെ എല്ലാവരും അസംതൃപ്തരാണ്. മറ്റൊന്ന് എനിക്ക് ഏറ്റവും വലിയ ഒരു വിരോധാഭാസമായിട്ട് തോന്നിയത്, മനസ്സിലൊരു ചെറിയ ചിരിയും തോന്നി.
പറഞ്ഞത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പാണക്കാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും പാണക്കാട് ബഹുമാന്യനായിട്ടുള്ള തങ്ങൾ അദ്ദേഹം പറയാൻ അല്ലെങ്കിൽ അവിടുന്ന് പാണക്കാട് കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അത്രയ്ക്കൊരു കേഡർ സ്വഭാവത്തിലായിരുന്നു മുസ്ലിം ലീഗ്. പക്ഷേ ഇന്ന് മുസ്ലിം ലീഗിൽ പോലും അസാരസ്യമുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനെതിരെ പോലും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിലേക്ക് ഇത് ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF ഒരിക്കലും കേഡർ സംവിധാനമല്ല. അതൊന്നും ഒരു ജീർണതയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ കാലത്തും അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഒരു പാർട്ടിയുടെ തലപ്പത്തിരുന്ന ഒരാൾ ഒരു തീരുമാനം എടുക്കുന്നു, ആ തീരുമാനത്തിനെതിരെ ആളുകൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പുകളൊക്കെ പുറത്തു വരണം. അതായത് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം. അല്ലാതെ ഇതെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. അത്രയും എതിർപ്പുകളൊക്കെ വരണം. ആ എതിർപ്പുകൾക്ക് ന്യായമുള്ളതാണെങ്കിൽ നേതൃത്വം അതനുസരിച്ച് തിരുത്തി പോകണം. അത് തെറ്റാണെന്നല്ല പറഞ്ഞു, ഞാനതിനെ അംഗീകരിക്കുന്നു. പക്ഷെ ആ വസ്തുത ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പഴയതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണ്. അതിൽ എതിർശബ്ദം മുസ്ലിം ലീഗ് ആയാലും അവിടുന്ന് പാണക്കാട് എന്ന് പറഞ്ഞതൊന്നും കേൾക്കേണ്ട ബാധ്യത മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കില്ല. ഞാനും ആ കാഴ്ചപ്പാടുകാരനാണ്. പക്ഷേ ഇവരുടെ ഈ ഇപ്പോഴത്തെ ഈ അധികാര വടംവലി പലരും അസംതൃപ്തരാണ്. വകുപ്പിന് വേണ്ടിയിട്ട് എല്ലാവർക്കും മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാകുന്ന വകുപ്പ് വേണം. ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇത് തിരിഞ്ഞ് താമസിയാതെ വലിയ ഒരു അഴിമതിയിലേക്കും. നമുക്ക് സമയം അധികമാകുന്നതുകൊണ്ടാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ, ചർച്ചകളെ ഒക്കെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് സാറേ വെച്ചാല്, ഈ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പാലം കടക്കോളം നാരായണ പാലം കടന്നപ്പോൾ കുരാനെന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ പ്രവൃത്തി. ഘടകകക്ഷി ഒന്നിച്ചു നിർത്തി ടീം ഒന്നായിട്ട് പോയി VDSന്റെ നിലപാടുകൾ ഇപ്പൊ മാറ്റം. നിലപാടിൽ രാജകുമാരനൊക്കെ പ്രശംസിച്ച് ഇപ്പൊ അത് ഇല്ലാതായി പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ ഘടകകക്ഷികളെയും വലിച്ചു മുറുക്കി ഒതുക്കിക്കൊണ്ട് അത് ഒരാൾക്ക് മാത്രത്തിലേക്ക്, അതായത് മുസ്ലിം ലീഗിന് മാത്രത്തിലേക്ക് അത് പോകുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. നമുക്കറിയാലോ, സീറ്റ് വരുമ്പോൾ തന്നെയാണെങ്കിലും കേരള കോൺഗ്രസിനെ വലിച്ചു മുറുക്കി സീറ്റുകളെല്ലാം വിഭജിച്ചാലും 2 സീറ്റ് പിടിച്ചെടുത്ത് കോൺഗ്രസിൽ വന്നു. അതിലും തെറ്റില്ല. കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തനത്തിന് ഇറങ്ങിയായിരുന്നെങ്കിൽ ഈ കോൺഗ്രസിന് ഇതുപോലെ വരണ്ട. 1073 സീറ്റ് കിട്ടത്ത രീതിയിൽ 8-10 സീറ്റിൽ 10,000 താഴെ വോട്ടുകളിൽ വന്ന് ആ വോട്ടെല്ലാം പിടിച്ചു മേടിച്ച് 20 സീറ്റിൽ ഒന്നിച്ച് വരായിരുന്നു. പക്ഷെ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുന്നത്. പക്ഷെ അതൊന്നും കണക്കാക്കാത്ത കോൺഗ്രസ്സുകാരെ ഒരു പ്രവർത്തനം ഇറങ്ങാൻ ജനങ്ങൾക്ക് കൊടുത്ത ഒരു സമ്മാനമാണ് ഈ മന്ത്രിസഭ. ഈ സമ്മാനത്തെ അവര് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാരെയും വെറുപ്പിക്കുന്ന രീതിയിലാണ്. ഘടകകക്ഷികൾക്കും എല്ലാരും കൊടുക്കും. ഞാൻ പറഞ്ഞ ഇപ്പൊ അനൂപ് ജാക്കബിന് കൊടുക്കാൻ എക്കാലവും UDFിനും കൂടെ ഒപ്പം വന്നൊരു കക്ഷിയാണത്. CPO ഒക്കെ വന്നെങ്കിൽ പോലും CPO ഇപ്പം വിദേശത്തിന് സ്വന്തം പ്രകാരമാണ് സീറ്റ് ഒരു വർഷത്തേക്ക് കൊടുക്കുന്നത്. ഇവർക്ക് രണ്ടും പങ്കിട്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്തൊരു മോശമായ പരിപാടി കാണിക്കുന്നത്. ഇത്തരം പരിപാടി കോൺഗ്രസിന് എക്കാലവും ഉള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും ആന്റണിയുടെ കാലത്ത് എക്കാലവും ഉള്ളത്. ഈ പരിപാടികൾ നിർത്തണം. അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയം. ഈ കോൺഗ്രസിന് വരുന്ന കുഴപ്പം ഇതാണ്. അദ്ദേഹം ഇടതുപക്ഷമാണ് തീരുമാനമെടുത്ത ഘടകകക്ഷിയിൽ ഒപ്പം നിർത്തും. അത് കേൾക്കുമോ? ഒരു മിനിറ്റ്, ഞാൻ നേരത്തെയും അത് പറഞ്ഞിരുന്നു. നമ്മൾ ഈ എണ്ണം നോക്കി വിഭജിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അത് ഒരു മാധ്യമപ്രവർത്തന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ന്യായമായ ഒരു കാര്യമാണ്. കാരണം CP ജോണിനെ പോലെ ഒരാൾ, ആ ആൾ ആരാണ് എന്നത് പ്രധാനമാണ്. എത്രയോ കാലമായി ഈ UDFിൻ്റെ ഭാഗമായി നിൽക്കുകയും UDFിൻ്റെ സുപ്രധാനമായ പോളിസി മേക്കിങ്ങിലും അവരുടെ ഇനി പ്രകടന പത്രിക നിർമ്മാണമായാലും അത്തരം കാര്യങ്ങളിലെല്ലാം UDFിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അങ്ങനെ ദീർഘകാലം നിൽക്കുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ജയിക്കുന്ന സീറ്റ് പോലും കൊടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. ഇത്തവണയാണ് ആദ്യമായി ജയിച്ചു വരുന്നത്. എത്രയോ മുമ്പേ ജയിച്ചു വരേണ്ട ഒരാളായിരുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. അത്തരത്തിൽ നിൽക്കുന്ന ഒരാൾ ഈ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ CP ജോണിന് ഒരു ഫുൾ ടൈം മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നതിന് ആ പരിഗണന അനൂപ് ജേക്കബ് ആ ഒരു TN ജേക്കബ് മരിച്ച ഒഴിവിലേക്ക് വന്നു. തൊട്ടടുത്ത തവണ തന്നെ അനൂപ് ജേക്കബിന് 5 വർഷവും മന്ത്രിസ്ഥാനം കിട്ടിയ ഒരാളാണ്. അപ്പോൾ അനൂപ് ജേക്കബിനും CP ജോണിനെ ഒരേ തട്ടിൽ വെക്കാൻ കഴിയില്ലല്ലോ. CP ജോണിന്റെ തട്ട് അതിനേക്കാൾ എത്രയോ ഒക്കെ താഴ്ന്നു നിൽക്കുന്ന ഭാരമുള്ള തട്ടാണ്. അതിനെ എങ്ങനെയാണ് അനൂപ് ജേക്കബുമായോ അല്ലെങ്കിൽ ഈ പറയുന്ന മാണി സി കാപ്പനുമായിട്ടൊക്കെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? ശരിയാണ്, സാറ് പറഞ്ഞ ശരിയാണ്, അതിനൊരു തെറ്റില്ല. പക്ഷെ കാര്യം വെച്ചാൽ CPO മുതിർന്ന നേതാവുമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഏത് വകുപ്പും കൈകാര്യം ചെയ്യാൻ വരെ മുഖ്യമന്ത്രി സ്ഥാനം വരെ കൈകാര്യം ചെയ്യാൻ മിടുക്കുള്ള കക്ഷിയാണ്. അതിനുള്ള തന്ത്രപരമായ കാര്യങ്ങളും വിദ്യാഭ്യാസമുള്ള കക്ഷിയാണ്. കാര്യങ്ങളെ കുറിച്ച് കാര്യമുള്ള കക്ഷിയാണ്. എന്നാൽ പോലും പന്തിയിൽ പക്ഷാപാതം കാണിക്കാതെ അങ്ങനെയൊക്കെ കാണിക്കട്ടെ. അല്ലാതെ എല്ലാവർക്കും ഒരേപോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഈ 4 പേരുണ്ട് RSPക്ക്, അവർക്ക് ഒരു മന്ത്രിയല്ലേ കിട്ടുന്നുള്ളൂ. കേരള കോൺഗ്രസ് ജെയ്ക്ക് 7 പേരുണ്ട്, അവർക്ക് ഒരു മന്ത്രിയെ കിട്ടുന്നുള്ളൂ. ഈ ഒരാൾ മാത്രമുള്ള ആൾക്ക് എല്ലാ തവണയും 5 വർഷവും മന്ത്രിയായിരിക്കാം. അങ്ങനെ അത് ശരിയല്ലേ യഥാർത്ഥത്തിൽ? അല്ല, ഞാൻ കേരള കോൺഗ്രസിനൊക്കെ ഇതുപോലെ വലിച്ചു മുറുക്കി 7 സീറ്റുള്ള വലിച്ചു മുറുക്കി CP ജോണിന് മാത്രം കൊടുക്കുന്നതിന്റെ അർത്ഥത്തെയാണ് പറയുന്നത്. കാരണം എല്ലാ ഏതായാലും CP ജോണിനെ പോലെ ഒരാളുടെ മറ്റേ രീതിയിൽ കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഓരോരുത്തർക്കും ഓരോതായ രീതിയിലുള്ള വിലയിരുത്തൽ കാണും. ശ്രീ കൃഷ്ണകുമാർ ഹൈദരാബാദിൽ നിന്നും. ശ്രീ കൃഷ്ണകുമാർ, ഹൈദരാബാദിൽ നിന്ന് നോക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഈ ചർച്ചകളെയൊക്കെ കാണുന്നത്?
ഇത് ഒരു കാര്യം ഞാൻ ചോദിക്കാനുണ്ട്. കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും പ്രോട്ടോകോള് നടപ്പാക്കുന്നുണ്ടോ? കാരണം ഒരു TV ചാനലിൽ ഇപ്പൊ എഴുതി കാണിക്കുന്നത് കണ്ടു, നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിയുക്ത മുഖ്യമന്ത്രിയും സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി മാത്രമേ വേദിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ഗവർണറുടെ ഓഫീസ് അറിയിച്ചതായിട്ട്. ഇതേ നടപടി പ്രതിപക്ഷ നേതാവ് അടക്കം, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അടക്കം സ്റ്റേജിൽ വരാൻ പാടില്ല എന്ന്. ഇത് തമിഴ്നാട്ടില് നമ്മൾ കണ്ടതാണ്. വിജയിന്റെ അടുത്തിരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. വെസ്റ്റ് ബംഗാളില് പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാവരും സ്റ്റേജിലുണ്ട്. അപ്പൊ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു നിയമം വന്നിരിക്കുന്നത്? എനിക്ക് അറിയില്ല. അത് വാസ്തവാണോന്ന് അറിയില്ല. ഒരു TV ചാനലിൽ എഴുതി കാണിച്ചതാണ്. ഇതൊരു കാര്യം. ഞാനും ഇപ്പോൾ ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 1 മണിക്കൂറായി. അതെ. അപ്പോൾ ഇപ്പൊ ഞാൻ വിശദാംശങ്ങൾ ഞാൻ കണ്ടില്ല. കാണാതെ ഇരിക്കുന്ന എനിക്ക് കൃത്യമായി വിവരമില്ലാതെ അറിയാം. അല്ല, ഞാൻ മറ്റുള്ള പ്രേക്ഷകർ അറിയാൻ വേണ്ടിയാ പറയുന്നത്. അത് നമുക്ക് അത് അവിടെ നിൽക്കട്ടെ. അത് എനിക്ക് കൂടി പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ വിഷയത്തിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇതേക്കുറിച്ച് പറയും. 2 ദിവസം മുമ്പ് AK ആന്റണിയുടെ ഒരു പ്രസ്താവന കണ്ടു, കേരളം വലിയ ബുദ്ധിമുട്ടിലാണ് വരാൻ പോണെന്ന്. അതിനെ മറികടന്നുകൊണ്ട് ബാലഗോപാലൻ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനൊരു വെല്ലുവിളി മാതിരി പറഞ്ഞിട്ടുണ്ട്. വെല്ലുവിളിയല്ല, അങ്ങോട്ട് പ്രായം റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ആ നടപടി ഏറ്റെടുത്തുകൊണ്ട് ഒരു പൊതു ചർച്ചയ്ക്ക് ആന്റണി സാറ് തയ്യാറാവണം. കാരണം അങ്ങോട്ട് പണ്ട് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ആളുകളുടെ ശമ്പളം വെട്ടിക്കുറച്ച് കേരളത്തിൽ വലിയ സമരം ഉണ്ടാക്കിയ വ്യക്തിയാണ്. അപ്പോ സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു അവസരം കിട്ടണം. ശരി, എന്തായാലും ആ വിഷയം താങ്കളുടെ ശ്രദ്ധയിൽ. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് വന്നത്. ഇങ്ങനെയൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായാലും അതൊരു നല്ല ലിസ്റ്റ് തന്നെ ആയിരിക്കും വരുന്നതെന്ന് പ്രതീക്ഷിച്ചവരും എന്തിനാണ് ഇങ്ങനെ വകുപ്പുകൾക്ക് വേണ്ടി ഇന്ന വകുപ്പ് കിട്ടിയാലേ ഞാൻ മന്ത്രിയാവൂ എന്നൊക്കെ വാശി പിടിക്കുന്നത് ശരിയായ രീതിയാണോ? ഒരു വകുപ്പ് വലുത്, ഒരു വകുപ്പ് ചെറുത് എന്നൊന്നും കാണേണ്ടതില്ല. ഏത് വകുപ്പിലായാലും ജനങ്ങളെ സേവിക്കാൻ ആണ് താല്പര്യമെങ്കിൽ, അത് നന്നാക്കാനാണ് താല്പര്യമെങ്കിൽ അതിന് കഴിയില്ലേ? അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ കടിപിടി കൂട്ടേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞവർ അതോടെ അർഹമായ സ്ഥാനങ്ങളാണോ എല്ലാവർക്കും കിട്ടിയത്? ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറവുമൊക്കെ വന്നില്ലേ? അങ്ങനെ പലതരത്തിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ചിലർക്ക് എണ്ണം അനുസരിച്ച് കൊടുക്കണം എന്നത് കാണും, ചിലർക്ക് ആരാണ് നേതാവ് അയാളെ നോക്കി കൊടുക്കണം എന്നുള്ള അഭിപ്രായമുള്ളവർ കാണും. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്. ഇതെല്ലാം കൂടി പരിഗണിച്ച് മാത്രമേ കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് മന്ത്രിമാരെ നിശ്ചയിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സാമുദായിക പരിഗണനകൾ അത്യാവശ്യം പരിഗണിക്കണം, പ്രാദേശിക പരിഗണനകൾ. എടുക്കുന്ന മന്ത്രിമാരെല്ലാം 1-2 ജില്ലയിൽ നിന്നാവരുത്, എല്ലാ ജില്ലകൾക്കും അത്യാവശ്യം പ്രാതിനിധ്യം അല്ലെങ്കിൽ സമീപ ജില്ലകൾക്കെങ്കിലും വലിയ ജില്ലകൾക്ക് നിർബന്ധമായും പ്രാതിനിധ്യം കൊടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്ത് വരുമ്പോൾ ചിലർക്ക് അർഹതയുള്ള ചിലർക്ക് അവസരം നഷ്ടമാവും. ചിലപ്പോൾ അത്രത്തോളം അർഹതയൊന്നും ഇല്ലാതെ അവരെക്കാൾ താഴെ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അവസരം കിട്ടുകയൊക്കെ ചെയ്യും. അത് ഏത് മന്ത്രിസഭ ഉണ്ടാക്കിയാലും ഉണ്ടാവുന്നതാണ്. പക്ഷേ അത് പരമാവധി പുറത്തു വരാതെ അകത്ത് കമ്മിറ്റികൾ ചർച്ച നടത്തി കൊണ്ടുവന്നാൽ ജനം അത് ആ തരത്തിലേക്ക് വിഴുപ്പലക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകില്ല. അത്തരം പലതരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെയും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.